അവകാശത്തിന് വേണ്ടി പോരാടിയ കാര്യം ഖുർആൻ പറയുന്നു. ആ മനുഷ്യനെ മൂസാ നബി സഹായിച്ചു. അക്രമിയ മൂസാ നബി നിലംപരിശാക്കി. അടുത്ത ദിവസം വീണ്ടും മൂസാ നബി വഴിയിലൂടെ നടക്കുമ്പോൾ ഇതേ മനുഷ്യൻ വീണ്ടും ആക്രമിക്കപ്പെടുകയാ. അവിടെയും മൂസാ നബി പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഏത് മനുഷ്യനെ സഹായിക്കാൻ മൂസാ നബി വന്നു. ആ മനുഷ്യൻ തന്നെ മൂസാ നബിയുടെ മുഖത്ത് നോക്കി പറയുന്നു, മൂസാ إن تريد إلا أن تكون جبارا في الأرض وما تريد أن تكون من المصلحين. നാട്ടിൽ രഞ്ജിപ്പുണ്ടാക്കാൻ നിനക്ക് ആഗ്രഹമില്ല മൂസ, നാട്ടില് സമാധാനമുണ്ടാക്കാൻ നിനക്ക് താല്പര്യമില്ല മൂസ, നീ സ്വേച്ഛാധിപതിയാണ് മൂസ, നീ മതമൗലികവാദിയാണ് മൂസ, നീ തീവ്രവാദിയാണ് മൂസ. ഏതൊരു സമുദായത്തിന് വേണ്ടി ഏതൊരു മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചോ അതേ മനുഷ്യൻ തന്നെ പറയാൻ നോക്കി, മൂസ നീ തീവ്രവാദിയാണല്ലോ. അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വിവരമില്ലാത്ത ആരെങ്കിലൊക്കെ പറയും തീവ്രവാദിയാണ്, മൈൻഡ് ചെയ്യണ്ട. അത് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക. കാരണം ഇന്ന് കാലഘട്ടത്തിന് ബോധ്യമായി, സത്യത്തിന്റെ പക്ഷം ചേർന്ന ചെറുപ്പക്കാർ അതുപോലെ തന്നെ സത്യാന്വേഷികൾക്ക് ബോധ്യമായി ഈ നാട്ടിൽ ഏറ്റവും വലിയ തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നത് ആരാണ്. ഞാൻ അതിന്റെ വിശദമായ ഒരു സംസാരത്തിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് താമസിച്ചു. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ചെറുപ്പക്കാർക്കുണ്ടാകേണ്ട ഗുണഗണങ്ങളാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ചെറുപ്പക്കാർക്ക് പറഞ്ഞു തരുന്ന പ്രധാനമായ ഒരു ഗുണം എന്റെ സഹോദരന്മാരും സഹോദരിമാരും തെളിയിച്ച് വ്യക്തമായി കേൾക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ പരിശുദ്ധിയുള്ളവരാവുക, പാതിവൃത്യത്തെ സൂക്ഷിക്കുന്നവരായി. കാരണം ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വൈകിട്ട് ഒരു 3 മണി മുതൽ ഒരു 5 മണി വരെ സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുക്കളൊക്കെ ഇങ്ങനെ കാണാൻ കറങ്ങി നിൽക്കുന്നു അല്ലെ, കമന്റ് അടിക്കാൻ. പൂവാലന്മാരാകുന്ന ചെറുപ്പക്കാർ. ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല, ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല. ഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു. അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് അലൈഹിസ്സലാം ആരുമാരുമില്ലാത്ത സമയത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ ക്ഷണിക്കുന്നു. സലീഖ എന്ന രാജകുമാരി ക്ഷണിക്കുന്നു. ഹൈതലക്ക് ഒരു യൂസുഫേ, എന്നോടൊന്ന് രമിക്കൂ യൂസുഫേ, എന്നോടൊന്ന് കിടക്കൂ യൂസുഫേ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബിയെ ആ സുന്ദരിയായ കുബേരകുമാരിയായ സലീഖ വിളിക്കുമ്പോൾ യൂസുഫ് നബി പറഞ്ഞ മറുപടി, അല്ലാഹുവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുകയാ. യൂസുഫ് നബി അവസരം മുതലെടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ ഫോൺ നമ്പർ കിട്ടിയാൽ അവളുമായി കൊഞ്ചിക്കൊഴയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഗൾഫുകാരുടെ ഭാര്യമാരുമായി സംഘാതമുണ്ടാക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ല പൊന്നുമോനെ. അപ്പോഴെല്ലാം നീ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക. എന്തിനാ പൊന്നുമോനെ വൈകുന്നേരം സമയങ്ങളിൽ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അഴിച്ചുവിടുമ്പോ അതിന്റെ കഴുത്തിൽ ചങ്ങലയിട്ട് അഴിച്ചുവിടുന്ന പോലെ എന്തിനാ പൊന്നുമോനെ സ്റ്റൈലിന് കഴുത്തിൽ ചങ്ങലയും ഇട്ട് നടക്കുന്നത്? എന്തിനാ പ്രിയപ്പെട്ട മുസ്ലിമേ ഭ്രാന്താശുപത്രിയിലെ രോഗിയെ പോലെ കയ്യിൽ ചങ്ങലയും കെട്ടി നടക്കുന്നത്? എന്തിനാ പൊന്നുമോന് കയ്യിലും കാണിച്ചുകൊണ്ട് അന്യ പെണ്ണിനെ വശത്താക്കാൻ എന്തിനാ പൊന്നുമോനെ നീ നടക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, സൗന്ദര്യധാമമായ യൂസുഫ്. ആ യൂസുഫ് നബിക്ക് സൗന്ദര്യത്തിന് വേണ്ടി പൗഡർ ഇടേണ്ട ആവശ്യമില്ല. യൂസുഫ് അലൈഹിസ്സലാമിന് മസിൽ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. യൂസുഫ് നബിക്ക് ടൈറ്റ് ടീഷർട്ട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെയോ മഹാനായ യൂസുഫ് വെറുമൊരു വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് ആ കുബേരകുമാരന്മാരുടെ മുന്നിലൂടെ പോകുമ്പോൾ അറിയാതെ
യദ്രിബുഹുന്ന, അവരുടെ കൈകളിലിരുന്ന കത്തികൾ കൊണ്ട് സ്വന്തം കൈവിരൽ പോലും യൂസഫിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവര് മുറിച്ചു പോവുകയാ, പരിസരം അവര് മറന്നു പോവുകയാ. എന്നിട്ടറിയാതെ അവർ അവിടെ നിന്ന് പറഞ്ഞുപോയി, മഹാദാ ബശറാ, ഞങ്ങളെ മുന്നിലൂടെ നടന്നുപോയ യൂസുഫ് ഉണ്ടല്ലോ, ഇത് മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം, ഇത് മാലാഖയാ, സ്വർഗലോകത്തിൽ നിന്ന് ഭൂമിലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട സുന്ദരനായ മാലാഖയാണിത്, മനുഷ്യനല്ല. അതായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം. എന്നാലോ ആ സൗന്ദര്യം വെച്ച് യൂസുഫ് നബി തന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയ ഈജിപ്തിലെ കുബേരകുമാരിമാരുടെ മനം കവർന്നില്ല, അവരെ വശത്താക്കാൻ ശ്രമിച്ചില്ല. യൂസുഫ് നബി പറഞ്ഞില്ലേ, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി, കാമത്തിന് വേണ്ടി പ്രേമത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കുന്ന ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ വിളിക്കുത്തരം കൊടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് നല്ലത് കാരാഗ്രഹങ്ങൾക്കുള്ളിൽ അഴിയണ്ണിക്കെടുക്കലാണെന്ന് പറഞ്ഞ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റുമോന്. എന്തിനാ നീ ഇങ്ങനെ പെണ്ണിന്റെ പുറകെ പോകുന്നത്? എന്തിനാ വഴിവക്കിൽ അന്യ പെണ്ണിനെ കാണാൻ നീ വാ തുറന്നുകൊണ്ട് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മന്നദറ ഇലാ മഹാസിനിമ്രഅ, ഏതെങ്കിലും ഒരു പുരുഷൻ അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കിയാൽ, അവള് നടക്കുമ്പോഴും അവൾ ഇരിക്കുമ്പോഴും അവള് കുനിയുമ്പോഴും കാറ്റടിച്ചുകൊണ്ട് അവളെ വസ്ത്രം പറക്കുമ്പോഴും അവളുടെ സൗന്ദര്യത്തെ കാണാൻ പ്രാളം കൂട്ടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മന്നദറ ഇലാ മഹാസിനിമ്രഅ, അങ്ങനെ അന്യ പെണ്ണിന്റെ ശരീര സൗന്ദര്യത്തിലേക്ക് ഒരു പുരുഷൻ നോക്കിയാൽ, യുൽഖൽ ഉനുഖു ഫീ ഐനൈഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അങ്ങനെ നോക്കി ആസ്വദിച്ചവനെ ഖിയാമത്തിൽ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് അവന്റെ കണ്ണുകളിലേക്ക് ഈയമുരുക്കി ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണിനെ നോക്കി നിൽക്കും, ടൈം പാസ് അല്ലെ, ടൈം പാസ് ആണത്. ദുനിയാവിൽ ടൈം പാസ്സാകും, ആഖിറത്തിൽ ടൈം പാസ്സാവൂല. ഒരിക്കൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. ചിന്തിക്ക്, എത്ര ബാറൽ, എത്ര ടൺ കണക്കിന് നീയത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിക്കോളി. എന്തിനാ ഇങ്ങനെ നടക്കുന്ന നാണം കെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരങ്ങനെ പെണ്ണിനെ കാണാൻ നിൽക്കുമ്പോൾ സഹോദരിമാര് അവർക്ക് പിന്നെ അതൊരു ചാൻസാ. കാണാൻ ആരെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. കാണാൻ ആരെങ്കിലും ഒക്കെ ഒന്ന് വേണമല്ലോ. അതിനുവേണ്ടി നാണമില്ലാത്ത അവരെ മുന്നിലൂടെ നടത്താ സ്റ്റൈല് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ടൈറ്റ് ചുരിദാറും അല്ലെ കുഞ്ഞാടും ഒക്കെ ധരിച്ചുകൊണ്ടിങ്ങനെ നടക്കും. ഇന്നിപ്പോ പർദ്ദ തന്നെ ആ കോലത്തിലായി. പർദ്ദ ധരിക്കലും ധരിക്കാത്തതും ഒക്കെ ഒരേപോലെ ആയിപ്പോ. ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന പർദ്ദ, ഓപ്പണായ പർദ്ദ, അകത്ത് കിടക്കുന്ന വസ്ത്രം പുറത്ത് കാണുന്ന ഓപ്പണായ പർദ്ദ, അതും ധരിച്ച് നാണമില്ലാതെ നടക്കുന്ന പെണ്ണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണെങ്ങനെ നടക്കണം. അങ്ങനെ നടന്ന ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ പെണ്ണ് വഴിതെറ്റൂല. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോളെ പറ്റി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് തംശി അലസ്തിഹ്യാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോള് വഴിയിലൂടെ നടക്കുമ്പോൾ ലജ്ജയോടുകൂടി നടന്നവളാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ശരീരത്തിന്റെ തടിപ്പും തുടിപ്പും വെളുപ്പുമെല്ലാം പുറത്തു കാട്ടി നാണമില്ലാതെ നടക്കുന്ന പെണ്ണേ, ഇങ്ങനെ നടന്നാൽ നിനക്കെന്ത് നേട്ടമുണ്ടാകാനാ? ആരെ കാണിക്കാനാണ് പൊന്നുമോളെ നീ ഇങ്ങനെ നടക്കുന്നത്? നീ ഇങ്ങനെ ചെത്തിയൊരുങ്ങി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷൻ നിന്നെ ഒന്ന് നോക്കിയാൽ ആ നോക്കുന്ന അവനും ആ നോക്കപ്പെടുന്ന നിനക്കും ഒരേ ശിക്ഷയാണ് മോളെ. അന്യപുരുഷന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് നീ ഒരുങ്ങിച്ചെത്തി നടക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലഅനല്ലാഹ്
അല്ലാഹു ശപിച്ചിരിക്കുകയാ. ആരെയാ അല്ലാഹു ശപിച്ചത്? ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരികളെയല്ല, ഈ ഹദീസിൽ പറഞ്ഞത് കള്ളുപിടിക്കുന്നവരെയല്ല. പിന്നെയോ ലഅനല്ലാഹ് അന്നാളിറ വൽ മൻദൂറ ഇലൈഹി, അന്യ പെണ്ണിനെ കാണാൻ വഴിവക്കിൽ നിൽക്കുന്ന പൂവാലനായ പൊന്നുമോനെ, ആ പൂവാലന്റെ കണ്ണിന് കുളിർമേകിക്കൊണ്ട് അവന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ അവന്റെ മുന്നിൽ നാണമില്ലാതെ വസ്ത്രം ധരിച്ചു എന്ന പേരില് ഔറത്ത് പുറത്ത് കാണിച്ചു കുണുങ്ങി നടക്കുന്ന പെണ്ണ്, രണ്ടുപേരെയും അല്ലാഹു ശപിച്ചിരിക്കുകയാ. അള്ളാന്റെ ശാപം വലിച്ചു വെച്ചാൽ പിന്നെ രക്ഷയുണ്ടോ? അള്ളാന്റെ ശാപത്തിന് അർഹരായാൽ പിന്നെ രക്ഷയുണ്ടോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ആരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, ആരാണോ അള്ളാന്റെ ശാപം പിടിച്ചു വാങ്ങിയത്, ഫലം സജിദലഹു സബീല, അവർക്ക് പിന്നെ രക്ഷാമാർഗമില്ല, അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. ദുനിയാവിൽ രക്ഷയില്ല പൊന്നുമോനെ, ആഖിറത്തിൽ രക്ഷയില്ല പൊന്നുമോനെ. പ്രേമത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നിപ്പോ രസമല്ലേ, പ്രേമിച്ച് കല്യാണം കഴിച്ച് ഉമ്മയും വാപ്പയും എല്ലാം ഉപേക്ഷിച്ച് ഇസ്ലാമിനെ ഉപേക്ഷിച്ച് ഏതവന്റെയെങ്കിലൊക്കെ കൂടെ ഇറങ്ങി പോകാം, പ്രശ്നമില്ല. എന്നിട്ട് പേരുമൊത്തോ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരൻ അല്ലേ, റോമിയോ ജിഹാദും ലൗഹ് ജിഹാദും ഒക്കെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ. അപ്പോ ആ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന പ്രേമത്തിന്റെയും കാമത്തിന്റെയും പിറകിൽ നടക്കുന്ന സഹോദരി സഹോദരന്മാർ അറിഞ്ഞുകൊള്ളി. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രേമത്തിന്റെയും കാമത്തിന്റെയും പേര് പറഞ്ഞ് സുഖത്തിന്റെ പറുദീസ തേടിക്കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന പ്രിയപ്പെട്ട പെണ്ണേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും സന്മാർഗമെന്തെന്ന് മനസ്സിലാക്കിയിട്ടും അള്ളാനെ വേണ്ട, അള്ളാനെ റസൂലിനെ വേണ്ട എന്ന് പറഞ്ഞ് സുഖത്തിന്റെ പറുദീസ തേടി പോന്ന മുസ്ലിമേ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിന് ചേരാത്ത പാത തേടി പോന്ന മുസ്ലിമേ, അന്യ പെണ്ണുമായി ബന്ധം വെക്കുന്ന ചെറുപ്പക്കാരാ, അന്യ ചെറുപ്പക്കാരനുമായി ബന്ധം വെക്കുന്ന പെങ്ങള്, അല്ലാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ലാ, ഞാൻ അവരെ അങ്ങ് വിട്ടയക്കുന്നതാ. പാർക്കിൽ പോയിക്കോട്ടെ, ബീച്ചിൽ പോയിക്കോട്ടെ, ഹോട്ടലിൽ പോയിക്കോട്ടെ, ഒളിച്ചോടി പോയിക്കോട്ടെ, നുവല്ലിഹി മാ തവല്ലാ, ഞാൻ അവരെ വെറുതെ അങ്ങ് വിട്ടയക്കുന്നു. പക്ഷേ വനുസ്ലിഹി ജഹന്നം, വനുസ്ലിഹി ജഹന്നം, അങ്ങനെ പോയി 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 അവസാനം അവരതാ സത്യാണെന്ന നരകത്തിലേക്ക് വന്നു പതിക്കുന്നതാ. അല്ലാഹ് പറയുന്നു, ഞാനങ്ങ് വിടും, പാർക്കിലോ ബീച്ചിലോ എവിടെ വേണേലും പോയിക്കോട്ടെ, അവസാനം ഒരു പിടി പിടിക്കും ഞാൻ. അതൊരു അവസാനത്തെ പിടിയാ, പിന്നെ അവിടെ രക്ഷയൊന്നുമില്ല. ഈ പോയതിനൊക്കെ അള്ളാഹു പകരം വെച്ചിട്ടുണ്ട്. അവിടെ ഈ ഒളിച്ചോടിപ്പോയതിനും കാമുകി കാമുകന്മാരും സന്തോഷിക്കുന്നതിനൊക്കെ അള്ളാഹു അവിടെ പകരം വെച്ചിട്ടുണ്ട്. കേട്ടോളി, വിശുദ്ധ ഖുർആൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കാമുകയുടെ പിറകിൽ പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാമുകന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവന്റെ പിറകെ ഓടിപ്പോയ പ്രിയപ്പെട്ട പെണ്ണ്, ഇന്ന് നിന്റെ പിറകിൽ പ്രേമത്തിന്റെയും കാമത്തിന്റെയും പേര് പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ ആളുകളുണ്ടല്ലോ. നാളെ നീ അള്ളാന്റെ മുന്നിലേക്ക് ചെന്നു നിൽക്കുമ്പോൾ അള്ളാഹു അതാ നരകത്തെ കൊണ്ടുവരികയാ. ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് سمعوا لها تغيظا وزفيرا, ദൂരെ നിന്നും ആ നരകത്തെ കൊണ്ടുവരുമ്പോൾ ആ നരകത്തിന്റെ ആക്രോശം നീ കേൾക്കുകയാ, ആ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുകയാ. അങ്ങനെ പേടിത്തരണ്ട് നീ നിൽക്കുമ്പോ കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവരുന്നു.
അല്ലാഹു ആ നരകത്തെ ഇങ്ങനെ തുറന്നു കാട്ടുമ്പോ നീ ഇങ്ങനെ പേടിച്ചു വരണ്ട് മഹ്ശറയിലൂടെ ഓടാൻ തുടങ്ങുകയാ. അന്ന് നിന്റെ പിറകെ കാമുകനില്ല, അന്ന് നിന്റെ പിറകെ കാമുകയില്ല. പിന്നെയോ നിന്റെ പിറകിൽ ആരാണ്? മിൻവറാഇഹി ജഹന്നം, മിൻവറാഇഹി ജഹന്നം. നരകമതാ പിറകിൽ വരികയാ, നരകമതാ പിറകിൽ വരികയാ. തദൂ തദൂ മൻ അദ്ബറ വതവല്ല. ഓടിപ്പോകുന്നവരെ നരകം വിളിക്കുകയാ. കാമുകന്റെ വിളിക്കുത്തരം നൽകിയ പെണ്ണ്, കാമുകിയുടെ വിളിക്കുത്തരം നൽകിയ ചെറുപ്പക്കാരാ, എന്നിലേക്ക് നീ വരിക, എന്നിലേക്ക് വരിക, നിന്നെ കൊണ്ട് ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് നരകം നിന്റെ പുറകെ വരുമെന്ന് ഖുർആൻ. ഇന്ന് കാമുകനും കാമുകിയുണ്ട്, നാളെ ആരുമില്ല. നാളെ പിറകിൽ വരാം നരകം, നരകം മാത്രമേ ഉള്ളൂ. ഇന്ന് ഹോട്ടലിലും കൂൾ ബാറിലും ഒക്കെ പോയി ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ എത്ര വേണമെങ്കിലും കുടിക്കാൻ എന്താ ഒരു രസവാ, എന്താ ഒരു രസവാ അല്ലേ? ഹോട്ടലുകളിലേക്ക് പോയി ബ്രോസ്റ്റ് ചിക്കനും എല്ലാം തിന്നാം. അല്ലാഹു അതൊക്കെ പകരം വെച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ് ആഖിറത്തിലുമുണ്ട്, ഫ്രൈ ആഖിറത്തിലുമുണ്ട്. അല്ലാഹു തആല പറയുന്നു, അങ്ങനെ അല്ലാഹനെ അനുസരിക്കാത്ത മനുഷ്യരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, കാമുകൻ നൽകുന്ന ഐസ്ക്രീമിന് വേണ്ടി, കാമുകൻ നൽകുന്ന കൂൾ ഡ്രിങ്ക്സിന് വേണ്ടി അവന്റെ പിറകെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നാണമില്ലാതെ ഓടിപ്പോകുന്ന പ്രിയപ്പെട്ട പെണ്ണ്, നാളെ നിനക്കതാ കുടിക്കാൻ തരുന്നു. തിളച്ചു മറിഞ്ഞ സദീദെന്ന വെള്ളം തരികയാ, സദീദെന്ന വെള്ളം തരികയാ. എന്താണ് സദീദെന്ന് പറയുന്നത്? മായസീലു ബൈനൽ ജിൽദി വലഹ്മിൽ കാഫിരി. കാഫിറായ മനുഷ്യനുണ്ടല്ലോ, ആ നരകത്തിൽ കിടന്ന് കത്തിയെറിയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തൊലിയെല്ലാം ഇങ്ങനെ ഉരുകിയിട്ട് അതിലൂടെ ഇങ്ങനെ ഒലിച്ചടിക്കുന്ന ചീന്തലമുണ്ടല്ലോ, ദുർഗന്ധം വമിക്കുന്ന ചീന്തലമുണ്ടല്ലോ. അതാണ് നിനക്ക് നാളെ കുടിക്കാൻ തരുന്നത്. ഷവായി ചിക്കൻ തിന്നാൻ പോയ പെണ്ണേ, ഗ്രിൽഡ് ചിക്കൻ തിന്നാൻ പോയ പെണ്ണേ, നാളെ നരകം നിന്നെ വിളിക്കുകയാണ്. എന്തിനാ? ആ ഷവായി പോലെ നിന്നെ പൊരിച്ചെടുക്കാൻ, പിൻഭാഗത്ത് കൂടി കമ്പി കുത്തിക്കയറ്റി തലയിലൂടെ പുറത്തെടുത്തിട്ട് നരകത്തിന്റെ തീയിലിട്ട് കറക്കിയെടുക്കാൻ. അതുപോലെ നിന്നെ പൊരിച്ചെടുത്തുകൊണ്ട് ദുനിയാവിൽ പറയുന്ന പോലെ നിന്നെ ഫ്രൈയാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഐസ്ക്രീമുമായി കൂൾ ഡ്രിങ്ക്സുമായി അല്ലേ, ഫ്രൈയുമായി. പിന്നെ കാമുകാർക്കുള്ള ഏറ്റവും വലിയ രസം പറയുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട. അപ്പോ കാമുകാർക്കുള്ള ഏറ്റവും നല്ല രസം ഈ തൊട്ടുരുമി ഇരിക്കാൻ നല്ല രസമാണ്. എന്റെ സഹോദരിമാര് പ്രത്യേകിച്ച് ചിന്തിച്ചോളി. സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ കൂട്ടുകാര് അല്ലേ, ഉസ്താദ് വല്ലതും പറഞ്ഞ ഉസ്താദിന് സോഷ്യൽ മെന്റാലിറ്റി ഇല്ല, ഉസ്താദിന് വിവരം ഇല്ലാത്തോണ്ടാന്ന് അയാൾ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങളൊക്കെ സഹോദരന്മാരല്ലേ അല്ലേ? അന്യ പെണ്ണുവാണും പരസ്പരം മുട്ടിയിരുമ്പോ പുറത്തെല്ലാവർക്കും സഹോദരന്മാരാ. എന്നാൽ അന്യ പെണ്ണ് നിന്റെ അടുത്ത് വന്നിരിക്കുമ്പോ ആരാണോ അവളെ ഒരു സഹോദരിയായി കാണുന്നത്? അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഒളിച്ചോട്ടം നടക്കുവോ? അങ്ങനെ കണ്ടിരുന്നെങ്കിലും പീഡനങ്ങൾ നടക്കുവോ? അപ്പൊ സോഷ്യൽ മെന്റാലിറ്റിയുടെ മാതാപിതാക്കളും ഇങ്ങനെ വിട്ടുകൊടുക്കുക. മക്കൾ ആരോടെ സംസാരിക്കുന്നു ഒന്നും ഒരു വിഷയമല്ല, മക്കൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. ദീനുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കൂല, ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിക്കൂല. വനിതയും മംഗളും ഒക്കെ ഇങ്ങനെ വാരി കൊടുക്കും പ്രേമത്തെ പറ്റി പഠിക്കാൻ അല്ലേ? വനിതക്കാരൊരു സമയത്ത് ഒരു സർവേ പുറത്തുവിട്ടു, ലോകത്താർക്കും കിട്ടാത്തൊരു സർവേ. എവിടെ നിന്ന് കിട്ടിയെന്തോ അല്ലാഹു അലം. ഓരോ ജില്ലയിലുമുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രേമത്തിന്റെ ശതമാനം, കൊല്ലം ജില്ലയിൽ 80%, തിരുവനന്തപുരം ജില്ലയിൽ 90% അല്ലേ? ഇതൊക്കെയാ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നേ. എന്നിട്ട് പ്രിയപ്പെട്ട മക്കൾ അതൊക്കെ വായിക്കുമ്പോ ഒരു തോന്നലുണ്ട്, അല്ല കൊല്ലം ജില്ലയിൽ 80% നടക്കുന്നില്ലേ, പിന്നെന്താ എനിക്കൂടെ ഒന്നായ? അങ്ങനെ തോന്നിപ്പിക്കുന്ന മംഗളം, മനോരമ, അതിനകത്തൊക്കെ പങ്ക്തികളുണ്ട്. എന്നെക്കാട്ടി നിങ്ങൾക്കറിയാലോ,
കിനാവും കണ്ണീരെന്ന് പറയുന്ന പങ്ക്തി എവിടെ നിന്നോ ഒരു പെണ്ണിന്റെ പേരും വെച്ചിട്ട് ഒരു പെണ്ണിങ്ങനെ എഴുതും, ചേച്ചി ഞാനിങ്ങനെ 10 പഠിച്ചപ്പോ അല്ലെങ്കിൽ 8 പഠിച്ചപ്പോ ഒരു ചെറുപ്പക്കാരനായിട്ട് പ്രേമമായിരുന്നു, വീട്ടിലിറങ്ങി സ്കൂൾ മാറ്റി 10 വേറൊരുത്തനായി, പിന്നെ അവിടെ നിന്ന് മാറി +2 അടുത്തവനായി, ടൈപ്പ് എപ്പോ അടുത്തവനായി, ഞങ്ങളൊക്കെ പലയിടത്തും പോയി കറങ്ങി, ഇനി ഒന്നും നടക്കാനില്ല, ഇപ്പൊ എന്റെ കല്യാണം ഉറപ്പിച്ചേക്കോ, പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പൊ ചേച്ചി അവിടുന്ന് നീട്ടി വലിച്ചൊരു മറുപടി, ഒരു പ്രശ്നമില്ല മോളെ, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ലേ. ആഹാ, അപ്പൊ അത് വായിക്കുന്ന ഒരു ശരാശരി പിന്നെ എനിക്ക് എന്തായിക്കൂടാത്ത എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ. അപ്പൊ ഇതൊക്കെയാ മാതാപിതാക്കൾക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നേ. സിനിമകളും സീരിയലുകളും വൃത്തികെട്ട പാട്ടുകളും ഒക്കെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് ഉറങ്ങിക്കിടക്കുന്ന വിചാരങ്ങൾ ഉണർത്തിവിടുക മാതാപിതാക്കൾ തന്നെ. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പേര്. അപ്പൊ ഈ തട്ടി മുട്ടി ഇരുമാനൊക്കെ നല്ല രസമാ അല്ലേ? കോളേജിലും ബസ്സിലും ട്രെയിനിലും കാണാമല്ലോ. റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ചെന്നാൽ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ 10-11 മണിക്ക് ചെന്നാൽ മതി, ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ബാഗൊക്കെ പിടിച്ച് അവിടെ വന്നിരിക്കുന്നതാണ്. അതൊരു പ്രത്യേക രസമാണ്. അതിനും അള്ള പകരം വെച്ചിട്ടുണ്ട് അവിടെ. അള്ള പറഞ്ഞല്ലോ നരകത്തിൽ വെച്ച് പിടിക്കുന്നു, അതൊന്നും വെറുതെ അല്ല. അള്ളാഹു ഇതിനും അവിടെ പകരം വെച്ചിട്ടുണ്ട്. അന്യ പെണ്ണിനെ മുട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഓർത്തോ, നിനക്ക് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ സ്ഥാനമില്ല. ഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മിൻ അയ്യസമ റജുലൻ ഖിൻസീറൻ മുതലബ്ബിഹൻ ബിദീനിൻ ഔ ഹമിആ ഖൈറുൻ ലഹു മിൻ അയ്യസ്ഹിമാ മൻകിബ ഇംറാത്തിൻ വ മൻകിബൈഹി ലാ തഹില്ലു ലഹു. ബസ്സിലും കോളേജിലും ഷോപ്പിംഗ് കോംപ്ലക്സിലുമെല്ലാം അന്യ പെണ്ണിന്റെ ശരീരത്തോട് മുട്ടിയിരുമാൻ നടക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്, അള്ളാന്റെ മുന്നിൽ നിനക്ക് സ്ഥാനമില്ലടാ, അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ സ്ഥാനമില്ലടാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ നടക്കുന്ന നാളം കെട്ടവന്മാരുണ്ടല്ലോ, അതിനെക്കാട്ടിയൊക്കെ അവന്മാർക്ക് നല്ലത് മലത്തിലും ചീഞ്ചലത്തിലും സ്വന്തം വിസർജനം പോലും തിന്നു കഴിയുന്ന, ചെളിക്കുണ്ടിൽ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ പന്നിയെക്കാട്ടിലും താഴ്മയറ്റുപോയവരാണ്. അതിനെക്കാട്ടിലുമൊക്കെ അവന് നല്ലത് ആ മലത്തിൽ പോയി കിടന്ന് പന്നിയെ കെട്ടിപ്പിടിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. തട്ടിയുരുമ്പോ ആണിനും പെണ്ണും പന്നിയെക്കാട്ടിലും മോശപ്പെട്ടവരാ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു സ്ഥാനവും ഇല്ല. പിന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹനെ അനുസരിക്കാത്ത മനുഷ്യര്, കാമുകനുമുണ്ടല്ലോ, തൊട്ടുതലോടി രസിച്ച് നടന്ന മനുഷ്യര്, നാളെ അവരങ്ങ് ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ, അള്ളാഹിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ അള്ളാഹു അതാ കാലിൽ പിടിച്ചു വലിച്ചെടുക്കുന്നു. എന്നിട്ടോ അള്ളാഹു ഇങ്ങനെ നരകത്തിലേക്കൊന്ന് ടച്ച് ചെയ്യിപ്പിക്കുകയാ. നരകത്തിലും മുക്കിയില്ല, നരകത്തിലേക്ക് അള്ള ഒന്ന് അടുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അള്ളാന്റെ ഖുർആൻ പറയുന്നു, അവരുടെ മുഖമെല്ലാം ഉരുകിപ്പോകുന്നതാ. ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിടടുക്കലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെല്ലുമ്പോ അതെപ്രകാരം ഉരുകി വികൃതമാകുന്നു, അതുപോലെ നിന്റെ മുഖമെല്ലാം ഉരുകി വികൃതമാകുന്നതാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ നരകത്തിനടുക്കലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ മേൽചുണ്ടിങ്ങനെ മുകളിലേക്ക് തലയുടെ പകുതി വരെയും ഉരുകിപ്പോവുകയാ. ആ കീഴ്ചുണ്ട് താഴെ കുരുകിയിട്ട് പൊക്കിടി വരെയും ഉരുകിപ്പോവുകയാണ്. എങ്ങനെയാണ്? വഹും ഫീഹാ കാലിഹൂൻ. ഒരു ആട്ടിൻകുട്ടിയുടെ തോലുരിച്ചെടുത്തിട്ട് അതിനെ എപ്രകാരം മസാല പുരട്ടി പൊരിച്ചെടുക്കുമ്പോ അതിന്റെ പല്ലെല്ലാം പുറത്തേക്ക് തള്ളി വരുമോ, അതുപോലെ ഇങ്ങനെ മുഖമെല്ലാം കലിഞ്ഞ് വികൃതമായിരിക്കുകയാണ്. അന്ന് അള്ളാഹു നിന്നോട് പറയും, പൊന്നുമോനെ, അള്ളാഹു നിന്നോട് പറയുന്നതാണ്, പൊന്നുമോള്, ദുനിയാവിൽ ഒരുപാട് തൊട്ട് തലോടി രസിച്ചതല്ലേ, കാമുകനെ തലോടി രസിച്ചതല്ലേ, കാമുകയെ തലോടി രസിച്ചതല്ലേ, ബീച്ചിലും പാർക്കിലുമെല്ലാം നീ ഒരുപാട് രമിച്ചതല്ലേ, രസിച്ചതല്ലേ. എന്നാലോ ഇവിടെയും
ഇവിടെയും രസിച്ചുകൊള്ളുക, ഇവിടെയും രസിച്ചുകൊള്ളുക. രുചിച്ചു നോക്കടാ ചെറുപ്പക്കാരാ, രുചിച്ചു നോക്കടി ചെറുപ്പക്കാരി. ദുനിയാവിൽ ഒരുപാട് തലോടൽ രസിച്ചതല്ലേ, സക്കറിന്റെ തലോടലും ഒന്ന് രസിച്ചു നോക്കുക. മുഖമെല്ലാം മുരുകിയിട്ട് നിലവിളിച്ചുകൊണ്ട് നീ നിൽക്കുമ്പോൾ അള്ളാഹു നിന്നോട് പറയുമെന്ന് ഖുർആൻ. സാമ്പിൾ ടച്ചിന്റെ കാര്യമോ പറഞ്ഞേ, ചുമ്മാ ഒന്ന് അടുത്തേക്ക് കൊണ്ടു ചൊല്ലും, മുഖമെല്ലാം കരിഞ്ഞ് വികൃതമാവും. അല്ല പറയും, നോക്കൂ, രുചിച്ചോ രുചിച്ചോ, ദുനിയാവില് നല്ല രസിച്ചതല്ലേ. ഈ സക്കറിന്റെ തടവലും കൂടി ഒന്ന് രസിച്ചോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാര്, ഈ പ്രേമത്തിന്റെയും കാമത്തിന്റെയും പിറകിൽ പോകാതെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കും. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കും. നമുക്ക് ഇസ്ലാം ഒരു വിലയില്ലാത്ത വസ്തുവായി, വിലയില്ലാത്തൊരാദർശമായി. ഇസ്ലാമിനോട് നമുക്ക് സ്നേഹമില്ല. ഈ ഇസ്ലാം, നമ്മളൊക്കെ ജനിച്ചപ്പോഴേ മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം നമുക്കൊരു വിലയില്ലാതായി. എങ്ങനെയാ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തിയത്? എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കി. ഇസ്ലാമിന് വേണ്ടി പോരാടാനും അടരാടാനും ചങ്കൂറ്റമില്ലാത്ത ചെറുപ്പക്കാര്, അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അടരാടാൻ ചങ്കൂറ്റമില്ലാത്ത ചെറുപ്പക്കാര്, പെണ്ണിന്റെ വെറുതെ വാലാട്ടി നടക്കുന്ന നാണമില്ലാത്ത ചെറുപ്പക്കാര്, അള്ളാഹു ഹറാമാക്കിയ എല്ലാ പ്രവണതകളെയും നെഞ്ചോടെടുപ്പിച്ച ചെറുപ്പക്കാര്.